കൊമ്പൻ മീശയും താടിയും തൊപ്പിയും മിന്നിത്തിളങ്ങുന്ന വേഷങ്ങളുമായി രാജാവും വിദൂഷകനും ഭടന്മാരുമെല്ലാം എത്താൻ അധികമാരും ശ്രദ്ധിക്കാത്ത, അധികമാർക്കും അറിയാത്ത കഠിന അധ്വാനമുണ്ട്. ഒരു സംഘം അരങ്ങിലെത്താൻ മണിക്കൂറുകളുടെ അണിയറ ഒരുക്കങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആശാന്റെ അനുഗ്രഹം വാങ്ങി തുടങ്ങുന്നു മേക്കപ്പ്. 6-ാം വയസ്സിൽ തട്ടിൽ കയറി തുടങ്ങിയ രാജു നടരാജൻ ആശാന്റെ ശിക്ഷണത്തിൽ മാത്രം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ഇക്കുറി 9 സംഘങ്ങളാണ് അരങ്ങിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആശാൻ അണിയറയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ല. 6 വയസ്സിൽ കൊച്ചുറോൾദോൻ ഗീവർഗീസ് എന്ന് പറഞ്ഞ 2 നാടകത്തിലാണ് എൻ്റെ തുടക്കം. എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരായിട്ട് ചവിട്ടുകാടക്കാരാണ്. അങ്ങനെ സന്തോഷമായിട്ട് കുടുംബമായിട്ട് ചവിട്ടുകാടത്തിന് പോയാണ്. കഴിഞ്ഞ വർഷം ഞാൻ 504 കുടുംബശ്രീ പെണ്ണുങ്ങളെ പഠിപ്പിച്ച് വേൾഡ് ടാലന്റ് റെക്കോർഡും കിട്ടി. ഒരു സംഘം വേദിയിലെത്തണമെങ്കിൽ അധ്വാനം മാത്രമല്ല, ഭീമമായ സാമ്പത്തിക ചിലവുമുണ്ട്. 3 മാസം ട്രയൽ കൊടുത്തിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ 3 മാസം നല്ലൊരു പൈസ ചിലവാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക്. ഈ ഡ്രസ്സുകളും നമ്മൾ 10 ജോഡി ഉടുപ്പിക്കുന്നത് 10,000 രൂപ ഡ്രസ്സ് വാടക വരും, ലക്ഷങ്ങൾ വരും ഇത് തയ്ച്ചെടുക്കാൻ തന്നെ. ആദ്യകാലത്ത് ആൺകുട്ടികൾ ആധിപത്യം സ്ഥാപിച്ച ചവിട്ടുനാടകവേദി ഇപ്പോൾ പെൺകുട്ടികൾ വാഴുന്നിടമായി മാറി. മാസങ്ങൾ നീണ്ട ചിട്ടയായ പരിശീലനത്തിലൊടുവിലാണ് സംഘങ്ങൾ അരങ്ങിലെത്തുന്നത്. മേക്കപ്പിനെ കുറച്ച് ടൈം എടുക്കൂ. ഡ്രസ്സെല്ലാം ഒരു 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഇട്ടിട്ട് തീരും. ഈ മീശയും താടിയും ഉണ്ടാകുന്നവർക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. പരിശീലനം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാറുണ്ട്. അധ്വാനം കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. എന്നാലും പക്ഷെ വേദിയിലെത്തുമ്പോൾ സന്തോഷം, ഭയങ്കര സന്തോഷം. രാവിലെ മുതൽ തുടങ്ങിയാണോ? രാവിലെ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. മേക്കപ്പ് ഇടാൻ സമയം ഒത്തിരി എടുക്കുന്നുണ്ടോ? നോക്കിയിട്ടില്ല, സംസാരിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞില്ല, സമയം അങ്ങനെ നോക്കിയിട്ടില്ല. കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ അരങ്ങിലെത്തുമ്പോൾ ചില പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നതായി ആശാൻ പറയുന്നു. വേദനീയമായ ഒരു സങ്കടമുണ്ട്. കാരണം ഇതിൻ്റെ ജഡ്ജ്മെന്റ് ചെയ്യണത് ഒരിക്കലും ചവിട്ട് നാടക അറിയാവുന്ന വ്യക്തികളല്ല. അംഗീകാരമുള്ളൊരു സംഭവമാണ് ചവിട്ട് നാടകം. അതറിയാൻ പാടില്ലാത്ത മാർഗം കളിക്കാരും പരിചമുട്ടുകാരുമാണ് ഇതിന്റെ ജഡ്ജ്മെന്റിൽ വന്നത്. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയ ഈ ദൃശ്യകലാരൂപത്തിന്റെ മൂലത്തറവാടുകൾ പോർച്ചുഗീസ് പ്രാധാന്യമുള്ള കൊച്ചിയും കൊടുങ്ങല്ലൂരുമാണ്. അതുകൊണ്ട് തന്നെ കലോത്സവ വേദികളിലെ അണിയറ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം പേരും ഇവിടങ്ങളിൽ നിന്ന് നേരത്തെ മേക്കപ്പിനും പരിശീലനങ്ങൾക്കും ഒടുവിലാണ് ഓരോ ചവിട്ടുനാടക സംഘങ്ങളും വേദിയിലെത്തുന്നത്. അവിടെ അവർ പരമാവധി തങ്ങളുടെ പ്രകടന മികവും പുലർത്തുകയാണ്. അണിയറയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.